നടൻ നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് സംശയിച്ച പരാതിക്കാരി ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഡിസംബർ 14-15 തീയതികളിലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ്. ഞാനൊരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പം. എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പം അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഞാനൊരു ഡേറ്റ് ചുമ്മാതെ അന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഓർക്കപ്പിച്ചിരുന്ന് പറഞ്ഞുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിന് വ്യത്യാസമുണ്ടെന്നുമ്പോൾ ഞാൻ ഇപ്പൊ ഏറി നിർത്തിയേക്കുവാണ്. ഈ ഫ്ലാറ്റിലപ്പോ വേറെ മലയാളികളായിട്ടുള്ള, അതായത് നിവിൻ പോളിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിന് അങ്ങനെയുള്ള മലയാളികൾ ആരെങ്കിലും? ഫ്ലാറ്റിലും മലയാളികൾ ആരും ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നാണ് ഇവര് വന്നത്. ഈ CCTV വെച്ച കാര്യം പറഞ്ഞില്ല, അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് CCTV വെക്കാൻ? ഞാൻ ഇതുവരെ ഒരു ചാനലുകാരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ കാരണം എന്നെ നമ്മള് മൊത്തം ഞങ്ങളുടെ വീടിനെന്ന് വെച്ചാൽ ഈ ചാവി നമ്മളെ നഷ്ടപ്പെടും. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്താണ് ഈ ചാവി വെക്കുന്നത്. അപ്പം ഞാൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞു പോയി. ഈ പുള്ളി എൻ്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരുടെ ആള് വന്ന് ചാവി എടുത്ത് വീട് തുറന്ന് അപ്പം അതിൻ്റെ അകത്ത് കയറി വെക്കുകയായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവർ പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അതായത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ എന്നെ ഇട്ട് ഇപ്പൊ ഏറി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്നും നിൽക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല.